ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സിയുടെ LDC LGS 2024 ഈ എക്സാമുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ നിർബന്ധമായും പറയുന്നു, നിങ്ങൾ മുൻകാല ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. മുൻകാല ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സിലബസിലെ പ്രകാരമുള്ള SCERT ടെക്സ്റ്റ് ബുക്ക്, ചിലപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തേക്കും ഒന്ന് പോകേണ്ടി വരും. പക്ഷേ മുൻകാല ചോദ്യങ്ങളും SCERT ടെക്സ്റ്റ് ബുക്കും നിങ്ങൾ നന്നായി കവർ ചെയ്യുന്നതോടെ, ഒപ്പം മുൻകാല ചോദ്യങ്ങൾ സിലബസും അനുസരിച്ച് SCERT ടെക്സ്റ്റ് ബുക്കിന് അപ്പുറമുള്ള വിഷയങ്ങളും അതിനനുസരിച്ച് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചേ പഠിക്കാനുണ്ടാവുള്ളൂ. ഈ കാണുന്നത് പോലെ ധാരാളം പഠിക്കാനുണ്ടാവില്ല. ഈ ഒരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുക തന്നെ ചെയ്യും. അതായത് മുൻകാല ചോദ്യങ്ങൾ 2020, 21, 22 വർഷങ്ങളിൽ നല്ല കോൺസെൻട്രേഷൻ കൊടുക്കുക, 23ലേക്ക്. കൂടാതെ 2000 മുതലുള്ള ചോദ്യങ്ങളും ഈ സിലബസ് അനുസരിച്ച് കവർ ചെയ്യാം. ഒപ്പം ചിലതിലൊന്നും നമുക്ക് വേണ്ടത്ര ചോദ്യങ്ങളില്ല. ഇപ്പൊ ഗവേണൻസ് നമുക്കറിയാം, അതിലൊന്നും അധികം ചോദ്യങ്ങൾ നമുക്ക് കിട്ടില്ല. കാരണം 2000-ലൊന്നും അങ്ങനത്തെ ഒരു വിഷയം അധികം കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല. അത്തരം വിഷയങ്ങൾക്കും റാങ്ക് ബുക്ക് റാങ്ക് ഫയലുകളും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഇങ്ങനെയുള്ളൊരു പഠനം നടക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കേണ്ടത് വളരെ കുറയുകയും ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളും ചോദ്യ പാറ്റേണുകൾ മനസ്സിലാക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിന്നും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠപുസ്തകത്തിൽ നിന്ന് PSC ഈ 2022-ലും 21-ലും ചോദിച്ച ചില ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതിലൂടെ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണവും നടത്താം. റെഡിയാണല്ലോ അല്ലേ? അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. മുഴുവൻ ക്ലാസ്സുകളും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ 2053 രൂപ മാത്രം മുടക്കിയാൽ മതി. 2053 രൂപയ്ക്ക് നിങ്ങൾക്ക് 1.5 വർഷത്തെ കോഴ്സാണ് ലഭിക്കുക. 25 മൊഡ്യൂളുകളിലായിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും എല്ലാം ഉണ്ട്. എന്തുകൊണ്ട് 1.5 വർഷം എന്ന് പറഞ്ഞാൽ, ഒരു PSC എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ എന്ന് ടാർഗറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഹാപ്പി ആയിട്ടും കൂളായിട്ടും വർക്ക് ചെയ്യാം. എന്താ കാരണം? ഈ എക്സാമിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നു, കിട്ടിയിട്ടില്ലെങ്കിലും ഇനിയും എക്സാമുകൾ വരാൻ പോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാലം പഠിച്ചു, എന്നിട്ടിപ്പോൾ PSCക്ക് പഠനം തുടങ്ങി. അതും കുറച്ച് ഉഴപ്പിയിട്ടും കുറച്ച് സാധാരണയൊക്കെ ആയിട്ടാണ് പോയത്. നിങ്ങളൊരു ദിവസം ഒരു മിനിമം 2 മണിക്കൂർ, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ 2 മണിക്കൂറൊന്നും ഉപയോഗിച്ചാൽ പോരട്ടോ. ഈ ഏതിൽ വരാൻ പോകുന്നത്, ജൂൺ ജൂലൈ മാസങ്ങളിൽ വരാൻ പോകുന്ന ഈ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ വെറുതെ ഒരു ദിവസം 2 മണിക്കൂർ പഠിച്ചത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ അത് കൂടുതൽ സമയം പഠിക്കണം. ഇനി അങ്ങനെ കൂടുതൽ സമയം പഠിക്കുമ്പോൾ തന്നെ ചിലർക്ക് സമയം ലഭ്യമല്ലാത്തവരുണ്ടാവും, ചിലർക്ക് നല്ല സമയം ലഭ്യമായിട്ടുണ്ടാവും. ആ ടൈമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അപ്രോച്ചിലൂടെ പഠിച്ചു പോവുക. ഈ എക്സാം ഞാൻ റെഡി ആയിട്ടില്ലെങ്കിലും അടുത്തൊരു എക്സാം എനിക്കുണ്ട്, അത് വിചാരിച്ചിട്ട് ഈ എക്സാമിന് ഉഴപ്പാൻ പാടില്ല. ഈ എക്സാം കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം. പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ ഞാൻ പഠിക്കും എന്നുള്ള മനോഭാവവുമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ 2053 രൂപയ്ക്ക് 1.5 വർഷത്തേക്ക് 25 മൊഡ്യൂളായി നടക്കുന്ന ഈ എക്സാം 25 മൊഡ്യൂൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ PSC ക്രാക്ക് ചെയ്തിരിക്കും. അതിനുശേഷം വരുന്ന ഒരു PSC ഡെഫിനറ്റ് ആയിട്ടും ക്രാക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് ചേരാൻ താല്പര്യമുള്ളവർ 8075963937 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 10th പ്രിലിംസ് സ്റ്റേജ് 6 2022-ൽ ചോദിച്ചതാണ്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം 1948 ജനുവരി 30 അവിടെ കറക്റ്റ് ആൻസർ 1948 ജനുവരി 30. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയെയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? അതായത് ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ ആ വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. സ്വാതന്ത്ര്യം കിട്ടാത്തൊരു കാലത്ത് പറയുന്ന വാക്കാണ്. പക്ഷേ അവർ വിട്ടുപോകുന്ന ഇന്ത്യ എങ്ങനെയായിരിക്കും? നൂറ്റാണ്ടുകളായിട്ടുള്ള അവരുടെ ഭരണം, അതിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. ഇതാരാണ് ഇങ്ങനത്തെ ഒരു അഭിപ്രായപ്പെട്ടത്? രവീന്ദ്രനാഥ ടാഗോറാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അതായത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടുപോകേണ്ടത് നിർബന്ധിതരായിത്തീരും, പക്ഷേ വളരെ പരമദയനീയമായ അവസ്ഥയിലുള്ള ഒരു ഇന്ത്യയായിരിക്കും അവർ വിട്ടുപോവുക.
ഇന്ന് ഈ കാണുന്ന പുരോഗതിയൊക്കെ വിവിധ ഗവൺമെന്റുകളുടെ ഫലമായും വിവിധ പദ്ധതികളുടെ ഫലമായും നമ്മൾ ആർജിച്ചെടുത്തതാണ്. ഇന്ത്യ ബ്രിട്ടീഷുകാർ വിട്ടുപോകുമ്പോൾ ഇത് എന്തെന്നെയായിരുന്നു? ഒരു ചണ്ടിയായ ഒരു ഇന്ത്യയെ തന്നെയാണ് അവർ വിട്ടുപോയത്. അപ്പോൾ ഈ അഭിപ്രായം വന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. ഇത് ആ പുസ്തകത്തിലുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലുള്ള ഒരു വാചകമാണ്. ഇത്തരം വാചകങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ചോദിക്കാറുണ്ട് ആരാണിത് പറഞ്ഞതെന്ന്. മറ്റൊന്നാണ് അതേ പാഠപുസ്തകത്തിലുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാര്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജി മരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. മറ്റ് 2 ചോദ്യങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ ഈ പാഠഭാഗത്തില്ലെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. 1904 ഇന്ത്യൻ ഒപ്പീനിയൻ അദ്ദേഹം തുടങ്ങുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഗാന്ധിയുഗം തുടങ്ങുന്നത് 1919 1919 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു കരിനിയമമായ റൗലത്ത് ആക്ട്. ആ റൗലത്ത് ആക്ടിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഫലമായാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 നടക്കുന്നത്. ജാലിയൻ വാലാബാഗിൽ ജനം ഒത്തുകൂടുന്നതിന് മുമ്പ് തന്നെ റൗലറ്റ് ആക്ട് നിയമം വന്നപ്പോൾ അതിനെ പ്രതിഷേധിക്കാനായി ഇന്ത്യ മുഴുവൻ കരിദിനം ആചരിച്ചിരുന്നു. ആ കരിദിനം ആചരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്നത്. 1919 മുതലാണ് ഗാന്ധി യുഗം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അതിനു മുന്നേ തന്നെ ഗാന്ധി ഇന്ത്യയിലെത്തിയിരുന്നു. അതിനു മുമ്പ് ഗാന്ധിയുടെ പ്രവർത്തന മേഖല ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ആ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ, വാരികയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. അപ്പൊ ഇന്ത്യൻ ഒപ്പീനിയനിൽ ഇന്ത്യൻ ഉണ്ട്. അത് കണ്ടത് ഇന്ത്യയിലല്ല ആരംഭിച്ചത്, ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് ഗാന്ധിജി സജീവമാകുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ള പേരുള്ള ഒരു പത്രം അദ്ദേഹം ആരംഭിക്കുന്നത്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഗാന്ധിയുടെ രക്തസാക്ഷിത്വം, അതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യ വിഭജന ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒട്ടനവധി ഭീഷണികൾ നേരിട്ടിട്ടുണ്ട്, ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതൊന്ന് ആയിരുന്നു ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹള. ആ വർഗീയ ലഹളകളുടെ അനന്തര ഫലം കൂടിയായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. നിങ്ങൾക്കറിയാമല്ലോ, നാഥുറാം വിനായക ഗോഡ്സെ എന്ന് പറയുന്ന ഒരു മതഭ്രാന്തനാണ് ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത്. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തര ഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുക്കുക. ഗാന്ധിജിയെ വെടിവെച്ചത് നാഥുറാം വിനായക ഗോഡ്സെയാണ്. ഡൽഹിയിൽ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് 1948 ജനുവരി 30. ഇതിലേതെല്ലാം പ്രസ്താവനകളാണ് ശരി? പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ പരിശീലിച്ചിരിക്കണം. മുൻകാല ചോദ്യങ്ങളിൽ ധാരാളം പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പങ്ക്തിയിൽ വരാൻ സാധ്യതയുള്ള പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളെ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നറിയാം. അതിൽ 2 ശരിയാണല്ലേ. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് നാഥുറാം വിനായക ഗോഡ്സെയാണ്. ഡൽഹിയിൽ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് 1948 ജനുവരി 30. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയായതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടത് തെരഞ്ഞെടുക്കുക. അതിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പെട്ടെന്ന് കണ്ടാൽ ഈ പ്രസ്താവന ശരിയാണ് എന്ന് തോന്നും. ഇത് തെറ്റാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് VP മേനോനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. നിങ്ങൾക്കറിയാം, സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും കൂടിയാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് പ്രസ്താവന 1 തെറ്റാണ്. അതുകൊണ്ട് ഉത്തരത്തിൽ 1 വരാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഓപ്ഷനുകളിൽ 1 വരാൻ പാടില്ല എന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ A ഒഴിവായി, കാരണം Aയിൽ 1 ഉണ്ട്. B ഒഴിവായി, Bയിലും 1 ഉണ്ട്. ഇനി നമുക്ക് Cയും Dയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത പ്രസ്താവന വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം.
നാട്ടുരാജ്യങ്ങളുടെ സംയോജന സമയത്ത് കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിപ്പിച്ചിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണല്ലേ? ഇനി നമുക്ക് മറ്റ് പ്രസ്താവനകളിലേക്കൊന്നും പോകണ്ട. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനയും തെറ്റാണെന്ന് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാവുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ ഒന്ന് തെറ്റാണ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് സി ഓപ്ഷൻ എടുക്കാം. ബാക്കി 2, 3, 4 വായിച്ചു നോക്കണമെന്നേ ഇല്ല എന്നർത്ഥം. കാരണം ഒന്ന് വന്നപ്പോൾ ഒന്ന് തെറ്റാണെന്ന് പറയുമ്പോൾ എ തെറ്റാണ്, ബി തെറ്റാണ്, അതിലൊക്കെ ഒന്നുണ്ട്. ബിയും തെറ്റാണ്, അതിലും ഒന്നുണ്ട്. ഇനി 2 ആണെങ്കിൽ ശരിയാണ്. ഇനി പിന്നെ ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ സർക്കാരിന് കൈമാറേണ്ട പ്രധാന വകുപ്പുകളാണ് വാണിജ്യം, ധനകാര്യം എന്നിവ. അല്ല, ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടത് വിദേശകാര്യവും വാർത്താവിനിമയവും പ്രതിരോധവുമായിരുന്നു. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ആ നാട്ടുരാജ്യം ചെയ്യാൻ പാടില്ല. പ്രതിരോധം ഇന്ത്യക്ക് വിട്ടുതരണം. അതുപോലെ തന്നെ അപ്പോൾ എന്തായി? പ്രതിരോധമായി, വിദേശകാര്യമായി, ഇത്തരം കാര്യങ്ങളാണ് ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട വകുപ്പുകൾ. അപ്പം നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ പ്രയാസമുള്ള ഒന്നല്ല, പലപ്പോഴും അതുകൊണ്ട് നമുക്ക് ഗുണമാണ്. ഇനി നോക്കൂ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടത് ശരിയായത് തിരഞ്ഞെടുക്കുക. നമ്മൾ ചർച്ച ചെയ്ത ചോദ്യമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജന സമയത്ത് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് വി പി മേനോനാണ്. വാപ്പാല പങ്കുണ്ണി മേനോനാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് ജനിച്ച ഒരു മലയാളിയാണ് അദ്ദേഹം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി പി മേനോനും ചേർന്നാണ് ലയനക്കരാർ തയ്യാറാക്കുന്നത്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ്? വി പി മേനോനാണ്. ഈ വി പി മേനോനെയും അതുപോലെ തന്നെ കെ എം പണിക്കരെയും മാറിപ്പോകരുത്. കെ എം പണിക്കർ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന കമ്മിറ്റിയിലെ മലയാളിയായിരുന്നു. വി പി മേനോൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിനുള്ള ചുമതലയുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയും അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളുമാണ്. അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി. നോക്കൂ, ഇതും PSC 2022 ചോദിച്ചതാണ്. 2 ചോദ്യങ്ങളായില്ലേ 2022 മാത്രം. ഇനിയും വരുന്നുണ്ട്. ആരാണ്? വി പി മേനോനാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായവ തെരഞ്ഞെടുക്കുക. വി പി മേനോൻ ജനിച്ചത് 1890 തൃശൂർ ജില്ലയിലെ ചേറ്റുവയിലാണ്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം നമുക്കറിയാം വി പി മേനോൻ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് റെഡിയായി. ഒന്ന് തെറ്റാണ്, അതുകൊണ്ട് ഒന്നുള്ള ആൻസർ മാത്രമാണ് ശരി. ഇവിടെ നോക്കുമ്പോൾ ഡിയിൽ 2, 3 ആണ് തെറ്റ് എന്നാണ് പറയുന്നത്. അതിലൊന്നില്ലാത്തത് കൊണ്ട് അത് ഓപ്ഷൻ ശരിയല്ല. സി 2 മാത്രം തെറ്റ് എന്നാണ് പറയുന്നത്. ആ ഓപ്ഷനും ശരിയല്ല. ഇനി എയും ബിയും മാത്രമാണ് ആൻസർ ഉള്ളത്. അതിൽ നമുക്കറിയാം എയിലും 1 തെറ്റാണ് എന്ന് പറയുന്നുണ്ട്, ബിയിലും 1 തെറ്റാണ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, വി പി മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റത് 1952 ശരിയാണ്. വി പി മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റത് 1952 അപ്പൊ 1ഉം 2ഉമാണ് ഇവിടെ ശരി. അപ്പൊ 3 തെറ്റായിരിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തോന്നും വി പി മേനോന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. തെറ്റാണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇതാണ് വി പി മേനോന്റെ പുസ്തകത്തിന്റെ പേര്. അധികാര കൈമാറ്റം, അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിലേക്ക് യോജിപ്പിക്കൽ, ഈ 2 ബുക്കുകളുമാണ് വി പി മേനോന്റെ ബുക്കുകൾ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ അല്ല, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇത് 2മാണ്. ഇത് വി പി മേനോനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം അദ്ദേഹം ചെയ്ത പ്രവൃത്തിയാണത്. ഒന്ന് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ അധികാര കൈമാറ്റം. ആ അധികാര കൈമാറ്റ സമയത്ത് അദ്ദേഹം പിന്നീട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഉത്ഗ്രഥനം. അപ്പൊ ഇന്ത്യയുടെ ഉത്ഗ്രഥനം, ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കൽ. അപ്പൊ ആ 2ഉം അവിടെ തന്നെ പുസ്തകത്തിന്റെ പേരിലുള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ബുക്കുകളും വി പി മേനോന്റെയാണ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ വി പി മേനോന്റെ ബുക്കല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ വി പി മേനോൻ ജനിച്ചത്
1894 പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ്. പി മോഹനന്റെ പ്രശസ്തമായ 2 ഗ്രന്ഥങ്ങളാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം പോലീസ് കോൺസ്റ്റബിൾ 2022 ചോദിച്ച ചോദ്യമാണ്. 565 ആണ്. നിങ്ങൾ ഓർക്കുക, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. അതായത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യ അധികാര കൈമാറ്റം നടക്കുമ്പോൾ, ഇന്ത്യയിൽ അധികാര കൈമാറ്റം, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതന്നെ അധികാര കൈമാറ്റം നടക്കുമ്പോൾ എന്താണ് സ്ഥിതി? ഇന്ത്യ എന്നും പാകിസ്ഥാനും എന്നും വിഭജിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളുണ്ട്. അതായത് ഇപ്പോൾ മലബാർ, ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മലബാർ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജാക്കന്മാരായി അവരെ അംഗീകരിച്ചുകൊണ്ട് ഭരിച്ച നാട്ടുരാജ്യങ്ങളുമുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി പോലെ അവിടെ നാട്ടുരാജാവുണ്ട്, പക്ഷെ അവർ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. ഇത്തരത്തിലുള്ള നാട്ടുരാജ്യങ്ങൾ 600-നടുത്ത് വരുമായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാം, പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. ഇങ്ങനത്തെ ഒരു ക്ലോസ് വെച്ചുകൊണ്ടാണ് ബ്രിട്ടൻ ഇന്ത്യ വിടുന്നത്. അങ്ങനെ ആ നാട്ടുരാജ്യങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. അത് ഈ 600ഓളം ഉണ്ടായിരുന്നു എന്നർത്ഥം. 600-നടുത്തുണ്ടായിരുന്നു നോക്കുക. അപ്പൊ 600 ഇല്ല. അപ്പൊ 600-നടുത്തുള്ള സംഖ്യകളാണ് 2 5കൾ, 565. അപ്പൊ 600-നടുത്ത് എന്ന് ഓർത്തു വെച്ചാൽ ഈ 565 ഓർത്തു വെക്കാൻ പറ്റും. 6ന്റെ അടുത്തുള്ളതാണ് 2 5കൾ, ആ 5 അപ്പുറത്ത് വിടുക. അപ്പൊ 565. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഒരു ലയന കരാറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ത്രപൂർവം സർദാർ വല്ലഭായ് പട്ടേലും, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും അതിന്റെ സെക്രട്ടറി ആയിരുന്ന VP മേനോനും ജവഹർലാൽ നെഹ്റു ഉണ്ടാകുന്ന ജനകീയ പ്രക്ഷോഭങ്ങളുമെല്ലാം ചേർന്ന് ഈ നാട്ടുരാജ്യങ്ങളിൽ അധിക രാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. വിസമ്മതിച്ച 3 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. അതിലൊന്ന് ഹൈദരാബാദ് ഉണ്ട്, അത് ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ 2 എണ്ണം തെറ്റി. ഇനി മറ്റൊന്ന്, അതിൽ കാശ്മീർ ഉണ്ട്, കണ്ടോ? അതോട് ഇതും തെറ്റി. ഇനി ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. 1-2 എണ്ണം അറിഞ്ഞാൽ തന്നെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കുക. മുഴുവൻ അറിയണമെന്നില്ല. അപ്പൊ എപ്പോഴും ട്രൈ ചെയ്തും കൊണ്ടിരിക്കുക. പക്ഷെ അതിനു വേണ്ടിയിട്ടൊരു സന്ദർഭം ഉണ്ടാക്കരുത്. ഇതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു പോവുക. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നമുക്കറിയാം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് ലയനക്കരാർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 565ഓളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയനക്കരാർ ഉണ്ടാക്കിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ VP മേനോനുമാണ്. ഇതിൽ 3 എണ്ണം ഒഴികെ ബാക്കി എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി. ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരുന്ന നാട്ടുരാജ്യങ്ങൾ കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ് എന്നിവയാണ്. ഇതിൽ ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീരാണ്. ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് യോജിപ്പിച്ച രാജ്യം ഏതാണ്? കാശ്മീരാണ്. എന്നാൽ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജാ ഹരിസിംഗ് ആണ്. എന്നാൽ ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ ഇന്ത്യയിൽ യോജിപ്പിക്കുന്നതിന് ചേർക്കുന്നതിന് വേണ്ടി സൈനിക നടപടി ആവശ്യമായി വന്നു. ആ സൈനിക നടപടി ഓപ്പറേഷൻ പോളോ ആണ്. 1948 സെപ്റ്റംബറിലാണ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നത്. ഇതിനോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതിനു ശേഷവും ഇന്ത്യയിൽ ഫ്രാൻസിനും പോർച്ചുഗലിനും കോളനികൾ ഉണ്ടായിരുന്നു. 1947 ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോകുന്നത്. 7 വർഷം കഴിഞ്ഞ് 1954 ഫ്രാൻസും ഇന്ത്യ വിട്ടുപോയി. അവരുടെ കയ്യിലുള്ള പ്രദേശങ്ങളും ഇന്ത്യക്ക് കിട്ടി. പക്ഷെ വീണ്ടും ഒരു 7 കൊല്ലം കഴിഞ്ഞ് 1961 സൈനിക നടപടികളിലൂടെയാണ് പോർച്ചുഗൽ അധീന പ്രദേശങ്ങൾ ഇന്ത്യ മോചിപ്പിക്കുന്നത്. അതിൽ ഗോവയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന ഗോവയെ 1961 ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക നടപടി അതും കൂടി ഓർത്തു വെക്കണം, ഓപ്പറേഷൻ വിജയ്. ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോ 1948 സെപ്റ്റംബർ. അതേസമയം 1961 ഓപ്പറേഷൻ വിജയ് ഗോവയെ ഇന്ത്യയിലേക്ക് ലയിപ്പിച്ച നടപടിയാണ്, സൈനിക നടപടിയാണ്. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം ജുനഗഡ് ആണ്. ജനഹിതത്തിലെ ജനം ഇവിടെ ഉണ്ട് എന്ന് ഓർക്കുക. അപ്പൊ 3 രാജ്യങ്ങൾ, ഹൈദരാബാദ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം കാശ്മീർ ഉണ്ട്,
അതുപോലെ തന്നെ ജുനഗഡുമുണ്ട്. ഹൈദരാബാദ് സൈനിക നടപടി വഴി 1948 സെപ്റ്റംബർ. അതുപോലെ തന്നെ റഫറണ്ടം ജനഹിത പരിശോധന വഴി ജനം ജുനഗഡ്. പിന്നെ ലയനക്കരാർ വഴി കാശ്മീർ. പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ പൊതുജനങ്ങളുടെ തീരുമാനം അറിയുവാനുള്ള സംവിധാനമാണ് റഫറണ്ടം അഥവാ ജനഹിത പരിശോധന. ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട വകുപ്പുകൾ ഒന്ന് പ്രതിരോധമാണ്, മറ്റൊന്ന് വിദേശകാര്യമാണ്, മറ്റൊന്ന് വാർത്താവിനിമയമാണ്. പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. 1947 കഴിഞ്ഞ 7 വർഷം കഴിഞ്ഞിട്ടാണ് ഫ്രാൻസ് പോണതെന്ന് ഞാൻ പറഞ്ഞു. 1954 ഓർത്തു വെക്കാൻ എളുപ്പമാണ്. 47 + 7 54, 54 + 7 61. പോർച്ചുഗൽ ഇന്ത്യ വിട്ടുപോകുന്നു. ഇന്ത്യയിൽ ആദ്യം വന്ന യൂറോപ്യൻ വിദേശ ശക്തിയും പോർച്ചുഗലാണ്. ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ വിദേശ ശക്തിയും ഏതന്നെയാണ്? പോർച്ചുഗലാണ്. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പോണ്ടിച്ചേരിയുണ്ട്, മാഹിയുണ്ട്, കാരക്കലുണ്ട്, യാനമുണ്ട്. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങൾ ഗോവ, ദാമൻ, ദിയു ആണ്. ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടനാ രൂപവൽക്കരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 10th പ്രിലിം സ്റ്റേജ് 1 2022 കണ്ടു. 4ാമത്തെ ചോദ്യമായി നമ്മൾ പരിചയപ്പെടുന്ന ഒരൊറ്റ പാഠത്തിൽ നിന്നാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിക്കുന്നത് 1949 നവംബർ 26 നിങ്ങൾക്കറിയാലോ, ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 അതിന് 2 മാസം മുമ്പ് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിക്കുന്നത്. പക്ഷെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത് 1950 ജനുവരി 24 2 ദിവസം മുമ്പേ, 2 മാസം മുമ്പേ അവർ ഭരണഘടന അംഗീകരിച്ചു. അപ്പൊ അതേതാണ്? 1950 ജനുവരി 26 ഇതിന് 2 മാസം മുമ്പേ എന്ന് പറഞ്ഞാൽ 1949. 1 മാസം മുമ്പ് ഡിസംബർ, 2 മാസം മുമ്പ് നവംബർ, അപ്പൊ നവംബർ 26 എന്നാണ് അവരത് ഒപ്പുവെക്കുന്നത്. അത് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് 2 ദിവസം മുമ്പേ, ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വരുന്നതിന് 2 ദിവസം മുമ്പേ. 1950 ജനുവരി 26 2 ദിവസം മുമ്പേ എന്ന് പറഞ്ഞാൽ ജനുവരി 24 അവർ അംഗീകരിക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപവൽക്കരിക്കുന്നത് 1946 ഡിസംബർ 6 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുന്നത്. ക്യാബിനറ്റ് മിഷൻ ഓർക്കണം, പലപ്പോഴും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് പഴയ കാലത്ത്. ആരുടെ നിർദ്ദേശം, ഏതാണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് വഴിയായത്? ക്യാബിനറ്റ് മിഷനാണ്. ആ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഡിസംബർ 6 ഡിസംബർ 9 ഇതിന്റെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. ഡിസംബർ 9 ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അതും ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒട്ടനവധി തവണ ചോദിച്ചതാണ്, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമാണ്. BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതിന്റെ താൽക്കാലിക അധ്യക്ഷൻ പക്ഷേ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. 1946 ഡിസംബർ 9 അത് ചേരുമ്പോൾ അവർ താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുകയും പിന്നീട് ഡിസംബർ 11 അതിന്റെ സ്ഥിരം അധ്യക്ഷനായി രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള കമ്മിറ്റിയായിരുന്നു. അതിന്റെ ചെയർമാൻ ആയിരുന്നു BR അംബേദ്കർ. അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആമുഖം എഴുതി അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് അപ്പോ ജവഹർലാൽ നെഹ്റുവാണ്. ഇതും ചോദിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ആഗസ്റ്റ് 29 മറ്റൊരു ചോദ്യത്തിലേക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ തന്നെയുള്ളതാണ്. നമ്മൾ ബഹിരാകാശത്തേക്കൊക്കെ കയറിപ്പോയി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പുരോഗമിക്കുന്നു. അത് ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യയുടെ
ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഇതിൽ തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട്. പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉടമ്പടിയാണ് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ചൗ എൻ ലായ് ആണ് ചൈനീസ് നേതാവ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ്? വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് ഈ പാഠഭാഗത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പറയുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ വിദ്യാഭ്യാസം രൂപപ്പെട്ടു വരുന്നത്, പുതിയ ഗവൺമെന്റ് അതിന് കൊടുത്ത സമീപനം, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ ഈ സിസ്റ്റവും മാറാൻ പോവുകയാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2, അത് കഴിഞ്ഞ് ഡിഗ്രി 3 വർഷം. ഈ വിദ്യാഭ്യാസ രീതി ഇന്ത്യയിൽ കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ്. എന്ത് കമ്മീഷനാണ്? കോത്താരി കമ്മീഷൻ. 10+2+3 എന്നുള്ള വിദ്യാഭ്യാസ രീതി കൊണ്ടുവരുന്നത്. പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റുവിനൊപ്പം ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ് ആണ്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. താഷ്കന്റ് കരാർ. ആ താഷ്കന്റ് കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. പക്ഷെ സോവിയറ്റ് റഷ്യയിൽ വെച്ചിട്ടാണ് ആ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. അവിടുത്തെ താഷ്കന്റിലാണ്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത്. അപ്പൊ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 10+2+3 എന്നുള്ള വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കമ്മീഷനുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. രാധാകൃഷ്ണ കമ്മീഷൻ പറയുന്നുണ്ട്. രാധാകൃഷ്ണ കമ്മീഷൻ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. നമ്മൾ നോക്കൂ, നമ്മുടെ ഹിന്ദു ദൈവങ്ങളിൽ വെച്ച് ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു ആര്? ശ്രീകൃഷ്ണൻ, അല്ലേ? അല്ലെങ്കിൽ ആ കുടുംബം അങ്ങനെയുള്ള ഒരാളായിരുന്നു. അവരുടെ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പശുക്കളെ മേയ്ക്കുന്ന, അതുകൊണ്ടാണ് ഗോപാലൻ, പശുക്കളെ മേയ്ക്കുന്നവൻ. അപ്പൊ അർത്ഥം കൃഷ്ണൻ ഉണ്ടല്ലോ. അപ്പൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. നമുക്കറിയാലോ 16,008 ഭാര്യമാർ, അതിന് വേറെ അർത്ഥമുണ്ടെങ്കിലും അങ്ങനെയാണല്ലോ. സ്ത്രീകൾ വളരെ തോഴിമാരായിട്ടുള്ള ഒരാളായിരുന്നു കൃഷ്ണൻ. അതുകൊണ്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം. UGCയും ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് UGC രൂപീകരണത്തിനുള്ള ശുപാർശകൾ വെക്കുന്നത്. അപ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമുണ്ട്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. അപ്പം നമ്മൾ എങ്ങനെയാ രാധാകൃഷ്ണനെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനായിട്ട് നോക്കൂ, നമുക്കറിയാം മഹാഭാരത യുദ്ധം, ആ യുദ്ധത്തിന്റെ സമയത്ത് നമുക്കറിയാം ദ്രോണാചാര്യരുണ്ട്. അങ്ങനെ ബന്ധപ്പെടുത്തിയാൽ അതും ഒരു തരത്തിലുള്ള പഠനമായിരുന്നു, ഒരു തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആയിരുന്നു, അല്ലേ? അപ്പൊ അതുപോലെ UGC, ഒരു ഉയർന്ന വിദ്യാഭ്യാസം, UGC ഒക്കെ ആ കൃഷ്ണനോടുമായി ബന്ധപ്പെട്ട് അർജുനൻ, ദ്രോണാചാര്യൊക്കെ ഓർത്ത് നിങ്ങൾ കൊണ്ടുവരിക. അടുത്തത് ലക്ഷ്മണസ്വാമി മുതലിയാർ. ഇവിടെ നോക്കൂ, ലക്ഷ്മണസ്വാമി മുതലിയാരിൽ തന്നെ 3 വാക്കുകളുണ്ട്. ലക്ഷ്മണ ഉണ്ട്, സ്വാമി ഉണ്ട്, മുതലിയാരുണ്ട്. അപ്പൊ ത്രിഭാഷാ പദ്ധതി, ആ 3 അവിടെ കിട്ടും. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരണം. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല മുതലാളിമാരും ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരല്ല. അവരൊക്കെ ജീവിതത്തിൽ ഒരു +2 കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്തി, പിന്നീട് ചിലപ്പോൾ വേണമെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാതെ ബിസിനസ് തുടങ്ങി വിജയിച്ച ആളാണ്. ഇയാൾ മുതലാളിയാണ്. ഇയാൾ സെക്കൻഡറി തലം വരെ പഠിച്ചിട്ടുള്ളൂ വിചാരിക്കുക. അപ്പൊ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. പല ഉദ്ദേശമുള്ള സ്കൂളുകൾ, അതായത് ഒരേ തരത്തിലുള്ള സ്കൂളുകൾ പോരാ, പലതരത്തിലുള്ള സ്കൂളുകൾ സ്ഥാപിക്കണം. അദ്ദേഹം അങ്ങനെ ഒരുപാട് സ്കൂളുകൾ സ്ഥാപിച്ചു എന്ന് വിചാരിക്കുക. അധ്യാപക പരിശീലന സമിതി രൂപവൽക്കരിക്കണം. അവരൊക്കെ വന്നാൽ എന്താ പറയുക, ഈ എഡ്യൂക്കേഷനൊക്കെ ഇനിയും മാറണം, ആളുകൾക്ക് ഉപകാരപ്രദമാവണം, അതിന് അധ്യാപകർക്ക് പരിശീലനം നൽകണം എന്നും വാദിച്ച ആളാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ എന്ന് അറിയിക്കുക. അപ്പൊ അത് നമ്മൾ ലക്ഷ്മണസ്വാമി മുതലിയാരിൽ 3 വാക്കുകളുണ്ട്. അതുകൊണ്ട് ത്രിഭാഷാ പദ്ധതി, അതുപോലെ തന്നെ സെക്കൻഡറി തലം വരെ അയാൾ പഠിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കേണ്ട, ഡോക്ടറാണ്, ഗവേഷണം ഒക്കെ കഴിഞ്ഞ ആളാണ്. പക്ഷെ നമ്മൾ എന്താ പറയുക, അയാൾ അങ്ങനെ പഠിച്ച മുതലാളിയായ ആളാണ്. സെക്കൻഡറി തലം വരെ പഠിച്ചിട്ടുള്ളൂ. ഒരുപാട് സ്കൂളുകൾ സ്ഥാപിച്ചു. മാത്രമല്ല ഇതിന് അധ്യാപക പരിശീലന സമിതി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇനി കോത്താരി കമ്മീഷൻ, കോത്താരി 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. നമുക്കറിയാലോ കോത്താരി
എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരും? കോ എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് അല്ലേ? കോ എന്ന് പറയുന്നത് പലപ്പോഴും കോപ്പറേറ്റീവിന് നിൽക്കുന്നതാണ്. താരിഫ് അല്ലേ? എങ്ങനെ ഓർത്തു വെച്ചോളൂ? കോ താരിഫ് എന്ന് ഓർത്തു വെച്ചോളൂ. താരിഫ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പൈസ ഈടാക്കലാണ്. താരിഫ് എന്ന് പറഞ്ഞാൽ നികുതിയുടെ മറ്റൊരു സമ്പ്രദായമാണ്. അപ്പൊ ആ നികുതി സമ്പ്രദായം പലപ്പോഴും അങ്ങനെയല്ലേ? ഒരു 10th സ്റ്റേജ് അല്ലെങ്കിൽ ഒരു 2nd സ്റ്റേജ്, ഒരു 3rd സ്റ്റേജ്. ഇപ്പൊ 10+2+3 കോ താരിഫ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മറ്റു രണ്ടാളും പറഞ്ഞത് എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നുള്ളത് പറഞ്ഞ ആളെ നമുക്കറിയാം, രാധാകൃഷ്ണനാണ്. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞത് ലക്ഷ്മണസ്വാമിയാണ്. അവസാനം വരുന്ന കോത്താരി കമ്മീഷൻ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു, മൂല്യ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പൊ 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് കോത്താരി കമ്മീഷൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവയവ. സിവിൽ എക്സൈസ് ഓഫീസർ 2022 ചോദിച്ച ഈ പാഠപുസ്തകത്തിൽ നിന്നുള്ള പ്രസ്താവന ടൈപ്പ് ചോദ്യമാണ്. കഴിഞ്ഞ ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ എന്ത് ഉണ്ട്? ഈ 2023 ഒക്ടോബർ മാസത്തിൽ നടന്ന LDC സിവിൽ എക്സൈസ് LDC എക്സ് സർവീസ് മാൻ ഉള്ള ഒരു പരീക്ഷയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രസ്താവന ടൈപ്പും ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതെന്ന് കണ്ടു. മറ്റൊരു വന്നതാണ് ഈ 2022 2023 വന്ന ഈ ചോദ്യം കണ്ടാൽ നമുക്കറിയാം, ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചു പോയാൽ മതി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ എന്തെല്ലാമാണ്? സമാധാനപരമായ സഹവർത്തിത്വം, അത് ഇന്ത്യയുടെ വിദേശ നയത്തിലുണ്ട്. വംശീയവാദത്തോടുള്ള വിദ്വേഷം, അത് ഇന്ത്യയുടെ വിദേശ നയത്തിലുണ്ട്. വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, അതില്ല. ഈ 1ഉം 2ഉം മാത്രമാണ് ഇതിലെ ശരി. അതുകൊണ്ട് A ആണ് ശരി. പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ എന്തെല്ലാമാണ്? രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, ഇതുപോലെ തന്നെ സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഇതൊക്കെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതൊക്കെ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു പോവുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പൊ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ആ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്.